16-ാം തിരുവചനം. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓരോ ക്രിസ്മസും ദൈവത്തിനു മനുഷ്യരോടുള്ള സ്നേഹത്തെയാണ് വിളിച്ചു പറയുന്നത്. കേട്ടുപഴകിയ ഒരു കഥ ഇപ്രകാരമാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ കാണാൻ പോയ ആട്ടിടയന്മാർ വെറും കൈയോടെയല്ല പോയത്. ഒരുവനൊഴിച്ച് മറ്റെല്ലാവരും സമ്മാനങ്ങൾ കരുതിയിരുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണിയെ കുമ്പിട്ടാരാധിച്ച് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്മാന പൊതികൾ ഉണ്ണിയെ എടുത്തിരുന്ന മാതാവിനെ അവർ ഏൽപ്പിച്ചു. സമ്മാനങ്ങൾ കയ്യിലില്ലാത്തവന്റെ കണ്ണുകൾ നിറഞ്ഞു കവിയാൻ തുടങ്ങി. പെട്ടെന്നാണത് സംഭവിച്ചത്. സമ്മാനങ്ങൾ ഏറെയായപ്പോൾ ഒന്നുമില്ലാത്തവന്റെ കരങ്ങളിലേക്ക് ആ അമ്മ ഉണ്ണിയേശുവിനെ ഏൽപ്പിച്ചു. ആ കുഞ്ഞിക്കൈ അവന്റെ കണ്ണുനീർ തുടച്ചു നീക്കിയത് അവൻ മാത്രമേ അറിഞ്ഞുള്ളൂ. ഒന്നും കയ്യിൽ കരുതാതെ സങ്കട കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്ന ആ ആട്ടിടയന് എത്ര വലിയ മഹാഭാഗ്യമാണ് ലഭിച്ചത്. മറ്റുള്ളവരുടെ വിലയേറിയ സമ്മാനങ്ങളെക്കാൾ ആ പാവം ആട്ടിടയന്റെ ഇല്ലായ്മയാണ് അവിടുത്തെ ആകർഷിച്ചത്. എല്ലാം ഉള്ളവരെയും കാൾ ഒന്നുമില്ലാത്തവരെയാണ് രക്ഷകൻ അന്വേഷിക്കുന്നത്. മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ ദൈവം മനുഷ്യ കരങ്ങളിലേക്ക് ഇറങ്ങി വന്നതാണ് ക്രിസ്മസ്. നിറപ്പകിട്ടാറുന്നതും ആഘോഷങ്ങൾക്കുമപ്പുറം ഈ സത്യം മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ.